ഏതെങ്കിലും യുവതികൾ പോലീസിലേക്ക് വരും എന്ന് കരുതുന്നുണ്ടോ? ഇനി വരും ദിവസങ്ങൾ ഇത് കൂടുതൽ വഷളാകും എന്നാണോ കരുതുന്നത്? അല്ല, എന്തായാലും പെൺകുട്ടികൾ പരാതി കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഈ മാനസികാവസ്ഥയുള്ളവന്മാർ ഇത്തരം ചുമതലകളിൽ ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർ ജയിലറുകൾക്കുള്ളിലാവുകയും തന്നെ ചെയ്യണം. ഇവർ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയ, ഇത്രയധികം പെൺകുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച വേറെ എത്ര കേസുകളുണ്ടായിരുന്നു. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മാത്രമല്ല പറയുന്നത്, അല്ലാതെ തന്നെ നിങ്ങളെടുത്ത് നോക്കി ഇത്രയധികം പരാതികൾ വന്നിട്ടുള്ള വളരെ ചുരുക്കം കേസുകളെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 10-15 കേസുകൾ കേരളത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നായിരിക്കും ഇതെന്ന്. ഇതിൽ ഇവർ കമ്പയർ ചെയ്യുന്ന ശ്രീ യെദ്യൂരപ്പയായിട്ടുള്ള കേസൊക്കെ. യെദ്യൂരപ്പയുടെ കേസ് എന്താ പറയുക, ഒരു ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മുഴുവൻ ആളുകളും ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ അമ്മയുമായിട്ട് വന്നു. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ് ആരോപണം. എന്നിട്ട് കേസ് നടക്കുന്നില്ല, പാർട്ടി പ്രൊട്ടക്ട് ചെയ്തു. കേസ് നടക്കുന്നുണ്ടെന്ന് ബ്രിജ്ഭൂഷണുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസ് വന്നപ്പോൾ പരാതിക്കാർക്കുമായിട്ട് നേരിട്ട് സംസാരിച്ചത് ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയാണ്. അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടൊന്നുമില്ല, കേസിൻ്റെ വഴിക്ക് പോകുന്നത് തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ മറുവശത്ത് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്ന എന്താ, ഇതുപോലെ അന്ന് ബ്രിജ്ഭൂഷണിന്റെ കാര്യം വന്നപ്പോൾ, അതല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ കാര്യം വന്നപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള ന്യായീകരണമായിട്ട് വന്നിരുന്നു. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ആ പെൺകുട്ടികളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇറങ്ങി വന്നത് ഞാനത് വായിക്കായിരുന്നു. ആ പെൺകുട്ടി ചോദിക്കുകയാണ്, എന്നെ ഇതിന് മാത്രം മതിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇത്ര പൊളിറ്റിക്കലി പവറുള്ള, അല്ലെങ്കിൽ ഒരു യുവ MLA ഒക്കെ ആയി ഇത്രയധികം മീഡിയ പ്രസൻസ് ഉള്ള ഒരു വ്യക്തിയോട് വളരെ ദയനീയമായിട്ട് ചോദിക്കുകയാണ്, എന്നെ ഇതിന് മാത്രം മതിയല്ലേ എന്ന്. ആ കുട്ടിക്ക് പരാതി പറയാൻ പേടിയായിരിക്കുന്നേ. ഇത്രയധികം വരുന്ന ഒരു സിസ്റ്റത്തിനെതിരെ നിൽക്കുക, ഒരു പാർട്ടിക്കെതിരെ നിൽക്കുക എന്ന് പറയുന്നത് ആ കുട്ടിക്ക് പറയാൻ പേടിയായിരിക്കും. ആ പേടിയെ നിങ്ങൾ പരാതി കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഉപയോഗിക്കുകയാണോ വേണ്ടത്? അത് ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുകയാണോ വേണ്ടത്? ഒരു കുട്ടിയോട് പറയണം, നീ അബോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ കുട്ടി പറയാണ്, ഞാൻ വളർത്തും എന്ന് പറയേണ്ടി വരുന്ന കുട്ടിയുടെ അവസ്ഥ ഇവരെന്ന് മനസ്സിലാക്കണ്ടേ? ആ കുട്ടിയോടൊപ്പം നിൽക്കാൻ ഇവരെ കൊണ്ട് സാധിക്കണ്ടേ? എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക? അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഒന്ന്, നിസ്സഹായത മൂലം ഒരാൾ പരാതി പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്, കോൺഗ്രസിന്റെ മുൻ MP-യുടെ മകളും ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കേസ് കൊടുക്കട്ടെ, കേരളത്തിലെ മാധ്യമക്കെതിരെ കേസ് കൊടുക്കട്ടെന്ന്. ആ കുട്ടി സാമുദായികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതിൽ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഈ രാഹുലിനെ പോലെ ഒരു വൃത്തികെട്ടവൻ പറഞ്ഞത്. കേസ് കൊടുക്കാത്ത എന്താ ഇവര്? അപ്പോൾ ഇതൊക്കെ പറഞ്ഞതും നടന്നതുമാണെന്ന് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തു, മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മര്യാദ, മാനസികാവസ്ഥ, ഒരു സെന്റിമെന്റ്സ് ആ പെൺകുട്ടികളോട് അത് ഇവർക്ക് വേണം. അതില്ല എന്നുള്ളതാണ്. ഈ രാഹുലിനെ പോലെ തന്നെ വളരെ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ളവർ തന്നെയാണ് അയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും എന്നുകൂടി മാത്രമാണ് ശരി. എന്തായാലും ഇത്തരം സൈക്കോകളെ, ഇത്തരം സെക്ഷൽ പെർവേർട്ടുകളെ ഇനിയെങ്കിലും നമ്മുടെ പെൺകുട്ടികൾ തിരിച്ചറിയുക, ഇവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് മനസ്സിലാക്കുക.